ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ പണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജാതിക്ക പറിക്കാൻ പോവാം. ജാതിയുടെ ചുവട്ടിൽ പോയിട്ട് ജാതിക്ക ചാടിക്കിടക്കുന്നുണ്ടെങ്കിൽ അത് പറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മൾ. താഴെ കാണുന്ന ജാതി തോട്ടത്തിലാണ് പോകുന്നത്. ഇതാണ് ബക്കറ്റ്. ഒരു ബക്കറ്റ് കൊണ്ടുപോയിട്ട് ബക്കറ്റിൽ പറക്കി കൊണ്ടുവരിക നമ്മൾ. ശരിക്കും തോട്ടി കൊണ്ടൊക്കെ പറിക്കണം, പക്ഷേ തോട്ടി കൊണ്ട് പറിക്കാൻ നിന്ന് കഴിഞ്ഞാൽ വീഡിയോ എടുക്കലൊക്കെ ഒന്നും സെറ്റാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താഴെ കിടക്കുന്നത് മാത്രം പറക്കിയെടുക്കണുള്ളൂ ഇപ്രാവശ്യം. ഓക്കെ, ഇതാ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ജാതിക്ക തന്നെ ഇപ്പോൾ താഴ്ചാടി. കാണിച്ചു തരാം എവിടെ ജാതിക്ക എന്ന്. ഇതൊക്കെ ഉണ്ടോ? ഇതൊക്കെയാണ് ജാതിക്ക. പിന്നെ അതെ മരത്തിൽ തന്നെ പൊട്ടി കിടക്കുന്നുണ്ട് ജാതിക്ക. ഇത് പറിച്ചെടുക്കും. ഇത് കളയും. ഇതുകൊണ്ടാണ് ആൾക്കാർ അച്ചാറൊക്കെ ഉണ്ടാക്കണത്. നമ്മളിവിടെ അങ്ങനെ അച്ചാറൊന്നും ഉണ്ടാക്കില്ല. പിന്നെ ഇത് ചാണകം ഇട്ടിട്ടുണ്ട്, നല്ല വളത്തിന് വേണ്ടിയിട്ട്. എല്ലാ ദിവസവും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ജാതിക്ക ഒരെണ്ണമെങ്കിലും താഴ്ചാടും. അപ്പോൾ നമ്മൾ ഡെയിലി പറക്കിയില്ലെങ്കിൽ ഇത് മണ്ണിൽ കിടന്നിട്ട് ഇത് തന്നെ മുളയ്ക്കും. അങ്ങനെ മുളച്ചൊരു ജാതി ചെടിയാണ് ഇത്. ഏകദേശം ഒരു രണ്ട് കൊല്ലം കൊണ്ട് ഒക്കെ കായ്ക്കണ ജാതികളുണ്ട്. നല്ല തണലായിരിക്കും ജാതിയുടെ ചോട്ടിൽ. പിന്നെ ഈ കാണുന്നതാണ് ബോർവെൽ. ഇതിൽ നിന്നാണ് വീട്ടിലേക്ക് വെള്ളം അടിക്കുന്നത്. ഇനിയുള്ളത് നമുക്ക് താഴത്താണ് ജാതിയുള്ളത്. ഈ കാണുന്നതാണ് കുളം. ഇതിൽ നമ്മൾ കൃഷിക്കൊക്കെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കുളമാണ്. ഇതിലിപ്പോൾ മീനുകൾ കുറച്ച് സിലോപ്പിയൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ കിട്ടില്ല. ഈ പാമ്പൊക്കെ ഉള്ളതുകൊണ്ട് പാമ്പ് മീനെ പിടിച്ച് തിന്നും. ഈ പാമ്പുകൾ ശല്യം കാരണം മീൻ വളർത്താൻ പറ്റില്ല ഇതിനകത്ത്. പിന്നെ ഈ താഴെ കാണുന്നതാണ് ജാതി. ഇതാണ് ഏറ്റവും വലിയ ജാതി ഉള്ളതിൽ. പിന്നെ കൊക്കോ നമ്മൾ നട്ടിട്ടുണ്ട്. കൊക്കോയിൽ ഇപ്പോൾ മലയണ്ണാൻ്റെ ശല്യം കാരണം കൊക്കോ കിട്ടാറില്ല. ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ദിവസ വിശേഷം. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് നാളോട് ഞാൻ വീട്ടിൽ കാണുള്ളൂ. ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ജോലിയുടെ അവിടുത്തെ വ്ളോഗ് ഇനി കാണാം.